Hi dear students, welcome back to our online class. So I hope that this is the last lecture of first chapter, Newton's laws of motion. Okay, ഇന്നത്തെ ലെക്ചറോട് കൂടി നമ്മൾ അവസാനിപ്പിക്കും. സോ ഈ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിസിക്സിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും മഹത്തായിട്ടുള്ള, അങ്ങനെ പറയാം അല്ലേ, ഐ ക്യാൻ യൂസ് ദ വേർഡ്, വളരെ ഹോളി ആയിട്ടുള്ള അല്ലേ ഒരു നിയമത്തെക്കുറിച്ചാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, നിങ്ങളത് ഒരു പക്ഷേ മുമ്പ് കേട്ടിട്ടുണ്ടാവും. വാട്ട് എവർ, കൺസർവേഷൻ ഓഫ് മൊമെന്റവും അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് സ്പ്രിംഗ് ഗൺ റീകോയിലുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ലെറ്റ് us begin. ഇതങ്ങ് മുകളിലേക്ക് മാറ്റിയിട്ട് I will start my lecture. Fine. In the last few lectures, I have shown you that how a system of particle behaves. Okay, or we discussed actually the dynamics of a system of particles. അല്ലേ, നമ്മുടെ എക്സാമ്പിളിൽ മിക്കവാറും നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ്. അല്ലേ, ഒരു ബോള്, നമ്മളതിനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് നമ്മളതിനൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളായിട്ട് കണ്ടത്. അല്ലേ, ലാസ്റ്റ് ക്ലാസ് ചെയ്ത നമ്മളെ നിങ്ങളുടെ പരേഡിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ലീഡറുടെ, മേജർ എന്ന് വിളിക്കുക അല്ലേ, അയാളുടെ കയ്യിലെ ആ ബാറ്റൺ, അതിൻ്റെ മോഷൻ അല്ലേ, അതൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളായിട്ട് നമ്മൾ എടുത്തത് അല്ലേ. ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് സെൻറ്റർ ഓഫ് മാസ് ആണല്ലോ. ആ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്നവിടെ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കാണുമ്പോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ കാണാം, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെ പഠിച്ച സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനെ സംബന്ധിച്ചിട്ട് ലോ ഓഫ് ഇത് ഇക്വേഷൻ ഓഫ് മോഷൻ, അതെങ്ങനെ എഴുതും? നമ്മൾ പുതിയൊരു ഫോമില് നമ്മൾ അതിനെ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? യെസ്, അതെങ്ങനെ എഴുതാം? യാ, ഡെഫിനറ്റ്ലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം ഈസ് എ വെക്റ്റർ അല്ലേ, that is dp by dt. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. that is equal to the total external force acted on that body, f external. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ബോഡിയിലുള്ള ഒരു ബോഡിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, വേർ p is the total momentum and f external is the total external force acted on that body. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയുടെ ടോട്ടൽ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഈക്വൽ ആണ് അല്ലേ. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഫോഴ്സ് ഒക്കെ മാറിയത് ഓർമ്മയില്ല, ന്യൂട്ടന്റെ തേർഡ് ലോ അനുസരിച്ചിട്ട് അല്ലേ. അപ്പം കഴിഞ്ഞ ലെക്ചേഴ്സ് ഒക്കെ കാണണേ, എങ്കിൽ ഈ ഇക്വേഷൻ ഒക്കെ എങ്ങനെ വന്നു എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് ഇക്വേഷൻ. ക്ലിയർ? ഹിയർ you suppose that if this system is isolated, that means no external force is acting on the body. Okay, അങ്ങനെയാണെങ്കിൽ I can write F external, okay, that is equal to 0. Why? Yeah, I'm supposing that system is isolated. Okay, my system is isolated. Fine. So anyway, f external equal to 0 ആണെങ്കിൽ, അല്ലെ എക്സ്റ്റേണലി ആ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ, ബോഡിയുടെ മേലെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ dp by dt ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. എന്താ കിട്ടിയത് നമുക്ക്? ടോട്ടൽ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഈക്വൽ ടു എന്താണ്? 0. Wow, what this implies? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താ? വാട്ട് ദിസ് ഇംപ്ലൈസ്? എടോ, ഇനി മാത്തമാറ്റിക്സ് ഉപയോഗിക്കേ. ഒരാളുടെ ഒരു പാരാമീറ്ററിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ആ പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ. d by dt of p equal to 0 implies p is a constant with respect to time അല്ലേ. അപ്പോ മൊമെന്റം p എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റം ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആണല്ലേ, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
മൊമെന്റം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ഒരു സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അതിൽ പി എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ രണ്ട് ബോളിന്റെ കൊളീഷൻ നമ്മൾ പരിഗണിക്കുന്നു. ഓക്കെ, യു ക്യാൻ കാൽക്കുലേറ്റ് ദി ഇനീഷ്യൽ മൊമെന്റം. അതായത് രണ്ട് ബോൾ കൂട്ടിമുട്ടുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾ മനസ്സിൽ കാണുന്നതെങ്കിൽ ആ ബോൾ കൂട്ടിമുട്ടുന്നതിന് മുമ്പുള്ള മൊമെന്റം കണ്ടു നോക്കുക നിങ്ങൾ. അല്ലെ, രണ്ട് ബോളിന്റെ മൊമെന്റം കാണാം, മാസ് ഇൻടു വെലോസിറ്റി ചെയ്താൽ മതി. അതേപോലെ അത് ആഡ് ചെയ്യുക, ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം കിട്ടും. അതേപോലെ കൊളീഷന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്യുക? ആ രണ്ട് ബോളിന്റെ ടോട്ടൽ മൊമെന്റം കാണുക. യു ക്യാൻ സീ ദാറ്റ് ടോട്ടൽ മൊമെന്റം റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞാൽ കൊളീഷന് മുമ്പും ആ രണ്ട് ബോളിന്റെ ടോട്ടൽ മൊമെന്റം നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണോ അത് തന്നെയാണ് കൊളീഷന് ശേഷം നിങ്ങൾക്ക് കിട്ടുക. റിമെമ്പർ ദാറ്റ്. നിങ്ങൾ പുറമേന്ന് വേറൊരു ഫോഴ്സും അവിടെ പോയി കൊടുക്കരുത്, എക്സ്റ്റേണലി അവിടെ ഫോഴ്സ് കൊടുക്കരുത്. ആ സിസ്റ്റം ഐസൊലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? ആൻഡ് ദിസ് ലോ ഈസ് വൺ ഓഫ് ദി ഗോൾഡൻ റൂൾ ഓഫ് ഫിസിക്സ്. I will explain why. Listen to me. ഈ ഒരു ലോ വളരെ വൈഡായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ, രണ്ട് സിറ്റുവേഷൻ അങ്ങനെയൊന്നുമില്ല. വളരെ ലാർജ് വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റിലേക്ക് എത്തിയിരിക്കുന്നത് ആക്ച്വലി ന്യൂട്ടന്റെ ലോസിൽ നിന്നല്ലേ? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് dp/dt F എക്സ്റ്റേണൽ എന്ന് എഴുതിയത്. അവിടെ നിന്നല്ലേ നമ്മളിപ്പോൾ dp/dt 0 ആണ്, അതുകൊണ്ട് പി ഒരു കൺസേർവ്ഡ് ആണ്, പി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആക്ച്വലി വി സ്റ്റാർട്ടഡ് ഫ്രം ദി ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻസ് അല്ലേ, മോഷൻ, ആൻഡ് വി റീച്ച് അറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇനി ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കളെ? ഇവിടെ നമ്മൾ ന്യൂട്ടൺ ലോ ഉപയോഗിച്ച് എത്തിയതാണ് എങ്കിലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ന്യൂട്ടന്റെ ലോ വാലിഡ് അല്ലാത്ത സ്ഥലത്തും വാലിഡ് ആണ്. ഇപ്പൊ ന്യൂട്ടന്റെ ലോ ഫെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് എൻ്റെ ഫസ്റ്റ് ലെക്ചറിൽ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിലേറ്റിവിറ്റിയിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ ഇവിടെയൊന്നും ന്യൂട്ടന്റെ ലോ നിങ്ങൾക്ക് ബാധകമേ അല്ല. ആണോ? അല്ല. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വാലിഡ് ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നാച്ചുറലി എംബഡഡ് ആണ്, പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ അവർ നാച്ചർ. ഓക്കെ, ഇതിന് വേറെ എന്താ തെളിവുകൾ ആവശ്യമില്ല, അത് അതിൽ തന്നെയുള്ളതാണ്. ഓക്കെ, അത് എന്താ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റെവിടെന്നെങ്കിലും ഇത് തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള എക്സാമ്പിൾസിൽ നിന്ന് നമുക്കത് കാണിക്കാനേ പറ്റുള്ളൂ. റൈറ്റ്? വാട്ടെവർ, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ന്യൂട്ടന്റെ ലോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണ് എങ്കിൽ കൂടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ന്യൂട്ടന്റെ ലോ വാലിഡ് അല്ലാത്ത സ്ഥലത്തും എന്താണ്? വാലിഡ് ആണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ പറയും അല്ലേ? ഇപ്പോൾ മൊമെന്റം സാധാരണഗതിയിൽ നമുക്ക് മാസുള്ള ഒബ്ജക്റ്റിനാണ് നമ്മൾ മൊമെന്റം പറയാറ് അല്ലേ? പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ട്? മൊമെന്റം ഉണ്ട്, ഈവൻ ദോ ഇറ്റ്സ് മാസ് ഈസ് 0. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ അല്ല ഫീൽഡിന്റെ കാര്യത്തിൽ ന്യൂട്ടന്റെ ലോ വാലിഡേ അല്ല. നിങ്ങൾക്ക് അവിടെ ന്യൂട്ടന്റെ ലോ ഉപയോഗിക്കാനേ പറ്റില്ല. പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റൈറ്റ്? സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈവൻ ഇറ്റ്സ് മാസ് ഈസ് 0 അല്ലേ? ലൈറ്റിന്റെ മാസ് നമ്മൾ 0 ആയിട്ട് പറയാറുണ്ട്. റൈറ്റ്? അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ മാസ് 0 ആണെങ്കിലും ഫീൽഡിന്റെ മാസ് ഇല്ലെങ്കിലും അതിന് മൊമെന്റം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ന്യൂട്ടന്റെ നിങ്ങളുടെ F=ma അല്ലെങ്കിൽ ന്യൂട്ടന്റെ എന്തല്ല സെക്കൻഡ് ലോയോ തേർഡ് ലോയോ ഫസ്റ്റ് ലോയോ ഒന്നും അല്ല അവിടെ പ്രധാനപ്പെട്ടത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരിക കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് വെറും പാർട്ടിക്കിളിന് മാത്രമാണോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക? അല്ല. നമ്മളിപ്പോൾ പാർട്ടിക്കിളിനാണ് ഉപയോഗിച്ചത്, ന്യൂട്ടന്റെ ലോ ആണ് ഉപയോഗിച്ചത്. അവിടെ നിന്നാണ് ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം മനസ്സിലാക്കിയത്. എങ്കിലും ഈ മൊമെന്റം അത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്ക് കാണാൻ പറ്റുള്ളൂ. അന്ന് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, വാട്ടെവർ, തൽക്കാലം മനസ്സിലാക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പാർട്ടിക്കിളിന് മാത്രമല്ല, മാസുള്ള ആളുകൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് മാസ്ലെസ് ആയിട്ടുള്ള വേവ്സിനും എന്താണ്? മൊമെന്റം ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ റൂളാണ്. പല സിറ്റുവേഷനെയും നിങ്ങൾക്ക് വളരെ ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ റൂളാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ,
വെറുതെ പറയുന്നില്ല, അടുത്ത സെമസ്റ്റർ മുതൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം ഞാനത് സെൻറ്റൻസിൽ ഇവിടെ എഴുതാം. എന്താണ്? ടോട്ടൽ മൊമെന്റം ഓഫ് an isolated, externally force ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, isolated system. Total momentum of an isolated system is എന്താണ്? Constant. Is constant. ഇതാണ് നിങ്ങളുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, നൗ നമുക്ക് നമ്മുടെ എക്സാമ്പിൾ ആയിട്ടുള്ള ഇതിലേക്ക് പോവാം. സ്പ്രിംഗ് ഗൺ റീകോയിൽ. അപ്പം ഞാനിത് മയക്കാൻ പോവാണേ, നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഏതാണ് എക്സാമ്പിൾ എടുക്കുന്നത്? സ്പ്രിംഗ് ഗൺ. അതിൻ്റെ റീകോയിലാണ് നമ്മൾ എക്സ്പെരിമെന്റ്. ഓക്കെ, സ്പ്രിംഗ് ഗൺ റീകോയിൽ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ പഴയ ആ സ്പ്രിംഗ് ഗണ്ണിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഫിഗർ നോക്കുക. ഓക്കെ, ഹിയർ ക്യാപിറ്റൽ എം ഈസ് ദി മാസ് ഓഫ് ഗൺ. ഓക്കെ, ഇതാണ് ഗൺ, അതിൻ്റെ മാസ്. സോറി, ബ്ലാക്ക്. ഓക്കെ, എം മാസാണ്. ഫൈൻ. അപ്പോൾ രണ്ട് ചിത്രം കാണും നിങ്ങൾ അല്ലേ? രണ്ടില് ഒന്നാമത്തത് അല്ലേ, ഈ ഒന്നാമത്തെ ഫിഗർ ശരിക്കും നമ്മുടെ എന്താ ആ ബോൾ, ആ സ്റ്റീൽ ബോളിനെ പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. രണ്ടാമത്തത് അതിന് ശേഷമുള്ളതാണ്. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഏത് ബോൾ ഫയർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കോളെ. യെസ്, ഹൊറിസോണ്ടലുമായിട്ട് അല്ലേ, നമുക്ക് ഒരു എക്സ് വൈ ആക്സിസ് ഇവിടെ കൺസിഡർ ചെയ്താൽ ഞാൻ വരയ്ക്കാം. ഇവിടുത്തെ എക്സ് വൈ ആക്സിസ് എങ്ങനെയാണ്? ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ, വേർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് ദി വൈ. ഓക്കെ, ഞാൻ എങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഹൊറിസോണ്ടലുമായിട്ട് എക്സുമായിട്ട് അല്ലേ ഞാൻ ഇതാ അങ്ങനെ വരച്ചാൽ വൈറ്റ് കളർ. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അതുമായിട്ടുണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ബോള് ഈ സ്പ്രിംഗ് ഗണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കിയിട്ടാണോ? തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ്. ഇനി ഈ ബോളിന്റെ മാസ് അത് അവിടെ എഴുതാൻ സ്ഥലമില്ല, പുറമെ എഴുതാം. സ്മോൾ എം ആണ്. ഓക്കെ, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ബോളിൻ്റെത് സ്മോൾ എം ആണ്. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോവാ. അപ്പൊ രണ്ടാമത്തെ ചിത്രമാണ് ഫയറിങ്ങിന് ശേഷമുള്ള ചിത്രം അല്ലേ? അപ്പോഴാണ് നമ്മുടെ ഗൺ എന്ത് ചെയ്യുക? പുറകിലേക്ക് എങ്ങനെ ചെയ്യുക? റീകോയിൽ ചെയ്യാം. നിങ്ങൾക്കറിയാം റീകോയിൽ ഓഫ് ഗൺ എന്താ? സാധാരണ ഈ ചിത്രമൊക്കെ വിട്ട് സാധാരണ ഒരു ഗൺ എടുക്കുന്നു. അതിന്റെ റീകോയിൽ എന്താ നിങ്ങൾക്ക് കാണാം. നമ്മൾ മുമ്പോട്ടേക്ക് ഫയർ ചെയ്യുമ്പോൾ ഗൺ എന്ത് ചെയ്യാറുണ്ട്? പുറകിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. അതാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ ഈ ഗണ്ണ് ക്യാപിറ്റൽ മാസുള്ള എം മാസുള്ള ഈ ഗണ്ണിനെ ഞാൻ നിലത്താണ് വെച്ചിരിക്കുന്നത് അല്ലെ, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ ബോള്, സ്റ്റീൽ ബോൾ മുന്നോട്ടേക്കല്ല, ആക്ച്വലി ഇറ്റ് മേക്സ് എൻ ആംഗിൾ തീറ്റ അല്ലേ? അത് ഞാൻ ഇവിടെ വരയ്ക്കാം. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ വരച്ചില്ല അല്ലേ? ഹൊറിസോണ്ടലുമായിട്ട് എത്ര ആംഗിൾ ഉണ്ടാക്കുന്നത്? തീറ്റ ആംഗിൾ ആണുള്ളത് അല്ലേ? തീറ്റ ആംഗിളിലാണ് നമ്മൾ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്കാണ് എന്ത് വരേണ്ടത്? റീകോയിൽ വരേണ്ടത്. പക്ഷേ ഞാൻ ഈ ഗണ്ണിനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വെച്ചിരിക്കുന്നതിനാൽ ഇതിന്റെ റീകോയിൽ എങ്ങോട്ടേക്ക് ഉണ്ടാവുക? ന്യായമായിട്ടും നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. യെസ്, ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് റീകോയിൽ. ഓക്കെ, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന എയറോ മാർക്കിൻ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക? റീകോയിൽ ചെയ്യാം അല്ലേ? ആൻഡ് ദ റീകോയിൽ വെലോസിറ്റി അത് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് VG എന്നാണ്. ഓക്കെ, അപ്പോൾ ഗണ്ണിന്റെ വെലോസിറ്റി അതാണ് VG അല്ലേ? ഗണ്ണിന് പുറകിലേക്ക് ഉണ്ടാകുന്ന റീകോയിൽ, ഏത് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്റ്റീൽ ബോള് തീറ്റ ആംഗിളിൽ മുന്നോട്ടേക്ക് പോകും. അപ്പൊ ഗൺ എന്ത് ചെയ്യും? പുറകിലേക്ക് റീകോയിൽ ചെയ്യും. ആ ഗൺ റീകോയിൽ ചെയ്യുന്ന വെലോസിറ്റിയാണ് ഇത് VG എന്ന് പറയുന്നത്. ഈ മുന്നോട്ടേക്ക് പോകുന്ന ബോളിന്റെ വെലോസിറ്റി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയില്ല, അത് വരയ്ക്കാം. ആൻഡ് ദാറ്റ് വെലോസിറ്റി ഈസ് VB. ഓക്കെ,
ബോളിന്റെ വെലോസിറ്റി വി ബി. ഓക്കെ, നൗ ഈ വി ബി എന്തല്ല, നമ്മൾ എക്സ് ഡയറക്ഷനിലോ വൈ ഡയറക്ഷനിലോ അല്ല അല്ലെ, ആ എക്സിന്റെയും വൈന്റെയും ഒരു പെർട്ടിക്കുലർ എന്താ പറയാ പ്ലെയിനിലാണ് പോകുന്നത് ആണല്ലോ. ഒരു ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ, അതായത് എക്സ് ആക്സുമായിട്ട് ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ വെലോസിറ്റി ഓഫ് ബോൾ ഉള്ളത് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതിനെ ഒരു ഹൊറിസോണ്ടൽ കമ്പണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പണന്റ് ആയിട്ടും എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഹിയർ ദിസ് ബോൾ ഹാവ് എ ഹൊറിസോണ്ടൽ കമ്പണന്റ് ആസ് വെൽ ആസ് എ വെർട്ടിക്കൽ കമ്പണന്റ് ആണല്ലോ. തീർച്ചയായിട്ടും ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കമ്പണന്റ് വരിക വി ബി കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പണന്റ് വരിക വി ബി സൈൻ തീറ്റ. ഇങ്ങനെ കമ്പണന്റ് ആയി സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാലോ അല്ലെ. അപ്പൊ വി ബി വെലോസിറ്റിയിലാണ് ബോളിനെ നമ്മൾ എന്ത് ചെയ്തത്, ഗണ്ണിൽ നിന്നും ഇജക്ട് ചെയ്യപ്പെട്ടുള്ളത് അല്ലെ, ഫയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വി ബി മേക്സ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ, നമ്മൾ ചെരിച്ചാണ് ഫയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിളിലാണ് വെലോസിറ്റി ഓഫ് ദാറ്റ് ബോൾ ഉള്ളത്. അങ്ങനെ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി ബി കോസ് തീറ്റ ആയിരിക്കും, വെർട്ടിക്കൽ വെലോസിറ്റി വി ബി സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റത്തെ എക്സ്പ്ലനേഷൻ ഒക്കെ കഴിഞ്ഞു, ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള റീകോയിൽ വെലോസിറ്റി, ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി വി ജി ആണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. നമ്മൾ സാധാരണ എന്തൊക്കെ കണ്ടുപിടിക്കാൻ ന്യൂട്ടന്റെ ലോ ഉപയോഗിക്കാറ്, ഇവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടി നോക്കിക്കോളൂ. ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എക്സ്റ്റേണലി മറ്റൊരു ഫോഴ്സും ഞാൻ കൊടുക്കുന്നില്ല. എന്നാലും ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് ഈ മൊത്തം ഈ സിസ്റ്റത്തിന്റെ താഴേക്കുള്ള വെയിറ്റ് അല്ലേ, അതേപോലെ മുകളിലേക്ക് എന്തും ഉണ്ടാവും, നോർമൽ ഫോഴ്സും ഉണ്ടാവും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടാവും, ഒന്ന് ഗ്രാവിറ്റി കാരണമുള്ള ഫോഴ്സും പിന്നെ ഒന്ന് നോർമൽ ഫോഴ്സും അല്ലേ. ഗ്രാവിറ്റിയും നോർമൽ ഫോഴ്സും ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, വൈ ഡയറക്ഷനിലാണുള്ളത് അല്ലേ. അപ്പൊ വൈ ഡയറക്ഷനിലാണ് ഏത്, ആ എക്സ്റ്റേണൽ ഫോഴ്സ് അവിടെ ഉള്ളത്. അപ്പോ എന്റെ ചോദ്യം, എക്സ് ഡയറക്ഷനിൽ, അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഈ ഒരു സിസ്റ്റത്തിൽ, ഈ സ്പ്രിംഗ് ഗൺ സിസ്റ്റത്തില് എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ ആകെ ഉള്ളത് താഴേക്കുള്ള വെയിറ്റ്, മുകളിലേക്കുള്ള നോർമൽ ഫോഴ്സ്. ബോത്ത് ആർ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലേ. പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഇല്ല. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി. എന്താണ്? there is no force in ഏത് ഡയറക്ഷൻ? എക്സ് ഡയറക്ഷൻ. ഓക്കെ, എക്സ് ഡയറക്ഷൻ മീൻസ് ഹൊറിസോണ്ടൽ അല്ലേ, നമ്മൾ അങ്ങനെയാണ് ഇവിടെ വിളിച്ചത്. ഓക്കെ, അപ്പൊ എക്സ് ഡയറക്ഷനിൽ എന്തില്ല? ഒരു ഫോഴ്സും ഇല്ല. ഫോഴ്സ് ഇല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം എന്തായിരിക്കണം? കൺസർവ്ഡ് ആയിരിക്കണം. റിമെമ്പർ ഹിയർ, ടോട്ടൽ മൊമെന്റം ഓഫ് എസ് isolated system is conserved or is a constant. ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ട്. തൽക്കാലം നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനെ മാറ്റി വെക്കാം. അപ്പൊ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റത്തിന്റെ എക്സ് ഡയറക്ഷനിലെ കമ്പണന്റ് എന്തായിരിക്കണം? കൺസർവ്ഡ് ആയിരിക്കണം അല്ലേ. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാവുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ എഫ് എക്സ്റ്റേണൽ ഇവിടെ 0 അല്ല, എഫ് എക്സ്റ്റേണലിന്റെ ഏത് കമ്പണന്റ്? എക്സ് കമ്പണന്റ് അല്ലേ. നമുക്ക് തൽക്കാലം ഈ എക്സ് ടി നേതണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് എന്താണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ എക്സ്റ്റേണൽ ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പൊ എഫ് നേടിയാൽ മതി. എങ്കിൽ എനിക്കൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സിനെ എഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഞാൻ ഈ എക്സ് ടി എന്നുള്ളത് ഒഴിവാക്കി, കാരണം ഇവിടെ ഫോഴ്സ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ മോഷനെ ബാധിക്കുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ്, നമുക്കറിയാം. അപ്പൊ പിന്നെ ഈ എക്സ് ടി എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പകരം ഞാൻ ഒരു എക്സ് എന്ന് കൊടുക്കുന്നു, ബിക്കോസ് എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സുള്ളൂ, നോർമൽ ഫോഴ്സും താഴേക്ക് ഏത്? ഗ്രാവിറ്റിയും. ശരിയല്ലേ? സോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ദാറ്റ് മീൻസ് ഇൻ എക്സ് ഡയറക്ഷൻ ദർ ഇസ് നോ ഫോഴ്സ്. കറക്റ്റ് അല്ലേ? എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമേന്നൊരു ഫോഴ്സും ഇല്ല ഈ സിസ്റ്റത്തിലേക്ക്. ഓക്കെ, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കമ്പണന്റ് ഓഫ് മൊമെന്റം ഏത്? എഫ് എക്സ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയുങ്ങൾ, ശരിക്കും എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഇവിടെ എഫ് എക്സ് ഈക്വൽ ടു ആയതുകൊണ്ട് മൊമെന്റത്തിന്റെ ഏത് കമ്പണന്റ്? എക്സ് കമ്പണന്റ്. ഓക്കെ, ബൈ ഡി ടി ഈക്വൽ ടു 0. എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്താണ്? 0 ആണ്.
അപ്പോൾ എക്സ് ഡയറക്ഷനിലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തായിരിക്കണം? 0 ആയിരിക്കണം. മൊമെന്റത്തിന്റെ ഏത് കമ്പണന്റ്? ദിസ് ഇംപ്ലൈസ് Px ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് എക്സ് ഡയറക്ഷനിലുള്ള മൊമെന്റം എന്തായിരിക്കണം? കൺസർവ്ഡ് ആയിരിക്കണം. ഇമ്പോർട്ടൻറ്റ് എന്താണ്? ഈ ഒരു സിസ്റ്റത്തിൽ എക്സ് ഡയറക്ഷനിലുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഡയറക്ഷനിലെ മൊമെന്റത്തിനുള്ള ഇക്വേഷൻ അല്ലെ മൊമെന്റം ഒന്ന് നമുക്ക് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് VG കിട്ടും. നോക്കോളെ, ഞാൻ ഇതിനെ പിടിച്ച് കുറച്ച് മേലേക്ക് ഇടാം. ഓക്കെ, റൈറ്റ്. അതേപോലെ നമുക്കിനി ഒന്നാമത്തെ ചിത്രം ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതും സ്ഥലപരിമിതി കാരണം അയക്കുവാണ്. റൈറ്റ്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ദി ബോൾ. ഈ ഫയറിങ്ങിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ശരിക്കും മൊമെന്റം ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിംഗും എന്തായിരിക്കണം? അതിന്റെ എക്സ് ഡയറക്ഷനിലെ കമ്പണന്റ് അല്ലേ, Px. അപ്പോൾ ആഫ്റ്റർ ഫയറിങ്ങിലുള്ള മൊമെന്റം കാണുക, ബിഫോർ ഫയറിങ്ങുള്ള മൊമെന്റം കാണുക. അതിന്റെ ഏത് എക്സ് കമ്പണന്റ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ബിഫോർ ഫയറിങ്ങിലെ മൊമെന്റത്തിന്റെ എക്സ് കമ്പണന്റും ആഫ്റ്റർ ഫയറിങ്ങിലെ മൊമെന്റത്തിന്റെ എക്സ് കമ്പണന്റും സെയിം ആയിരിക്കണം. ഓക്കെ, എങ്കിലാണ് അത് Px ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞതിന് മീനിങ് ഉള്ളൂ. ശരിയല്ലേ? ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് VG കാണുന്നത്. അപ്പൊ ആദ്യം ബിഫോർ ഫയറിംഗ് കാണുന്നില്ലേ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് അല്ലേ? ബിഫോർ ഫയറിംഗ് മൊമെന്റം എന്താണ്? 0 ആണ് അല്ലേ? ബിഫോർ ഫയറിംഗ് മൊമെന്റം ഈക്വൽ ടു 0. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് അല്ലേ? അപ്പൊ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഫ്റ്റർ ഫയറിംഗ് ആണ്. അത് നമുക്ക് വേറെ തന്നെ കാണണം. കാരണം ആഫ്റ്റർ ഫയറിംഗ് മൂവ് ചെയ്യുന്നുണ്ട്, അപ്പം മൊമെന്റം ഉണ്ടാവും, ഉറപ്പാണ്. അത് നമ്മൾ കാണുന്നത് എക്സ് ഡയറക്ഷനിൽ മാത്രമാണ്. ഓക്കെ, എക്സ് ഡയറക്ഷനിലുള്ള കമ്പണന്റ് മാത്രമേ തൽക്കാലം നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ആഫ്റ്റർ ഫയറിങ്ങിൽ ബോളിന്റെ മൊമെന്റം ഉണ്ട്, നമ്മളെ ഗണ്ണിന്റെ മൊമെന്റം ഉണ്ട്. ശരിയല്ലേ? ബോളിന്റെ മാസ് സ്മോൾ എം ആണ്, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ് അല്ലേ? അപ്പൊ ബോളിന്റെ മൊമെന്റം എക്സ് ഡയറക്ഷനിൽ എന്താ വരിക? ബോളിന്റെ മാസ് എന്തായിരുന്നു? ഡു യു റിമെമ്പർ? ഞാൻ ഇവിടെ എഴുതാം, സ്മോൾ എം ആണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ബോളിന്റെ മൊമെന്റം. അപ്പൊ എക്സ് ഡയറക്ഷനിലെ മൊമെന്റം ആണത്. അപ്പോൾ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി VB, എം ഇൻറ്റു VB എന്നല്ല എഴുതേണ്ടത്. നമുക്ക് എക്സ് ഡയറക്ഷനിലെ മൊമെന്റം അല്ലേ വേണ്ടത്? അപ്പൊ എം ഇൻറ്റു എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി എന്താ? എം ഇൻറ്റു VB cos θ. അതാണ് എക്സ് ഡയറക്ഷനിലെ മൊമെന്റം അല്ലേ? നമുക്ക് Px അല്ലേ കോൺസ്റ്റന്റ്, അപ്പൊ എക്സ് ഡയറക്ഷനിലെ മൊമെന്റേ വേണ്ടു. അപ്പൊ എന്താ വരിക? എം VB cos θ അല്ലേ? പ്ലസ് ഇനി ഏത് വരും? യെസ്, ഗണ്ണിന്റെ മൊമെന്റം അല്ലേ? മൊത്തം ഈ സെറ്റപ്പിന്റെ മൊമെന്റം, റീകോയിൽ ചെയ്യുമ്പോഴുള്ള മൊമെന്റം. അതെന്താ വരിക? തീർച്ചയായിട്ടും ബോള് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് പുറകിലേക്കാണ് വരുന്നത് അല്ലേ? ശരിയല്ല? അല്ലെങ്കിൽ ഈ VB cos θ, എക്സ് ഡയറക്ഷനിൽ ബോളിനുള്ള വെലോസിറ്റി VB cos θ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഗൺ സിസ്റ്റം മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ടോട്ടൽ മൊമെന്റം കാണുമ്പോൾ ഗൺ സിസ്റ്റത്തിന്റെ മൊമെന്റം നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം, വേണ്ടേ? കാരണം ബോള് മുന്നോട്ടേക്ക് പോയുമ്പോൾ നമ്മളെ ഗൺ എങ്ങോട്ടേക്കാണ് റീകോയിൽ ചെയ്യുന്നത്? പുറകിലേക്കല്ലേ? സോ മൈനസ്. ഇനി മാസ് ഓഫ് ദിസ് ഗൺ സിസ്റ്റം. ശ്രദ്ധിക്കണം, ഇവിടുന്ന് ബോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൂവ് ചെയ്യുന്നതിന് തൊട്ട് ഇത് ഇവിടുന്ന് റിലീസ് ആവുന്നതിന് തൊട്ട് മുന്നെയാണ് ഗൺ എന്ത് ചെയ്യുന്നത്? പുറകിലേക്ക് റീകോയിൽ ചെയ്യുന്നത്. അപ്പൊ റീകോയിൽ ചെയ്ത് അല്ലെങ്കിൽ ബോൾ ഇവിടുന്ന് നമ്മളെ ഗണ്ണിന്ന് റിലീസ് ആവുന്നതിന് തൊട്ട് മുന്നെയാണ്, തൊട്ട് മുന്നേ വരെയാണ് നമ്മളെ ഗൺ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? റീകോയിൽ ചെയ്യുന്നത്. അപ്പൊ റീകോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മാസ് ഗണ്ണിന്റെ ക്യാപിറ്റൽ എം മാത്രം എടുത്താൽ പോരാ, അതിനകത്തുള്ള ഈ സ്റ്റീൽ ബോളിന്റെ മാസും കൂടെ നമ്മൾ പരിഗണിക്കണം. അത് ഒരു നിങ്ങൾ
ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അതായത് ഈ ഗണ്ണ് പുറകിലേക്ക് റീകോയിൽ നമുക്കറിയാം അല്ലേ. അപ്പം ആ മൊമെന്റം കാണുമ്പോൾ, ആ റീകോയിൽ ചെയ്തതിന്റെ ഫലമായിട്ടുള്ള മൊമെന്റം കാണുമ്പോൾ തീർച്ചയായിട്ടും സിസ്റ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ആഡ് ചെയ്തായിരിക്കും. എന്താ കാരണം? ശരിക്കും ഇത് എവിടം വരെ റീകോയിൽ ചെയ്യും? എത്ര സമയം റീകോയിൽ ചെയ്യും? ഇവിടുന്ന് ബോൾ റിലീസ് ആവുന്നവരെ. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ബോൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് റിലീസായി കഴിയുന്നത് അതുവരെയാണ് റിലീസ് ചെയ്യുന്നത്, ബാക്കോട്ടേക്ക് റീകോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ റീകോയിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് റീകോയിൽ ചെയ്യുന്ന സമയത്ത് ബോൾ അതിൻ്റെ അകത്തുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ മാസ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും പരിഗണിക്കണം അല്ലേ. അപ്പോൾ എം പ്ലസ് എം ആണ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഗണ്ണ് പുറകിലേക്ക് പോകുന്ന വെലോസിറ്റി എത്രയാ? VG. ശരിയല്ലേ? ഓക്കെ, റൈറ്റ്. സോ ബിഫോർ ഫയറിംഗ് മൊമെന്റ് എത്രയാണ്? 0 ആണ്. ബിക്കോസ് ഈ കംപ്ലീറ്റ് സിസ്റ്റം റെസ്റ്റിലാണ്. ഒന്നാമത്തെ പിക്ചർ ആയിരുന്നു, മയച്ചുപോയി. ഓക്കെ, ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റ് എന്താണ്? MVB cos θ മൈനസ് M plus M VG. ഇനി ഇതൊക്കെ എക്സ് ഡയറക്ഷനിലാണേ അല്ലെ. എക്സ് ഡയറക്ഷനിലെ മൊമെന്റം ബിഫോർ ഫയറിംഗ് 0 ആണ്. എക്സ് ഡയറക്ഷനിലെ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഇതാണ്. ഇനി നമുക്കെന്താ അറിയാവുന്ന കാര്യം എന്താ? എക്സ് ഡയറക്ഷനിലെ മൊമെന്റം PX എന്നാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഫയറിങ്ങിന് മുമ്പുള്ള മൊമെന്റ് എത്രയാണോ അതായിരിക്കണം ഫയറിങ്ങിന് ശേഷമുള്ള മൊമെന്റം. ഫയറിങ്ങിന് മുമ്പുള്ള മൊമെന്റ് എത്രയാ? 0 ആണ് അല്ലേ. അത് തന്നെയായിരിക്കണം ഫയറിങ്ങിന് ശേഷമുള്ള മൊമെന്റം. അതെത്രയാ? MVB cos θ മൈനസ് M plus M into VG. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഞാൻ മൊമെന്റം എന്ന് പറയുന്നുണ്ടെങ്കിലും റിമെമ്പർ ദാറ്റ് അത് എക്സ് ഡയറക്ഷനിലെ മൊമെന്റം മാത്രമേ നമ്മൾ ഇവിടെ തൽക്കാലം പരിഗണിച്ചിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് VG കാണാം. കഴിഞ്ഞു സ്റ്റെപ്പ്. ഇനി മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഇവിടുന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് VG കാണാം. ഞാൻ ഇതൊക്കെ മയച്ചിട്ട് അവിടത്തേക്ക് എഴുതാം, വേറെ സ്ഥലമില്ല. ഓക്കെ, യെസ്, I will delete this. Now you listen. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഇതാണ് നമ്മൾ എത്തിയ ഇക്വേഷൻ അല്ലേ. അതിനകത്ത് നിന്ന് -M+M VGനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടാം, LHസിലേക്ക് എടുക്കാം. അപ്പം എന്ത് വരും? M plus small m into VG ഈക്വൽ ടു ആരാ ബാക്കിയുള്ളത് നോക്കിയേ? M into VB cos θ. ശരിയല്ലേ? ഇനി VG ഈക്വൽ ടു എന്ത് വരും? യെസ്, MVP cos θ all divided by M plus M. അപ്പൊ നോക്കേ, റീകോയിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ, VGക്കുള്ള ഇക്വേഷൻ കിട്ടില്ല. എന്താണ്? MVB cos θ by M plus M. ഞാനത് ഇവിടെ കളിയിലാക്കാം, നോക്കോളെ. ഈ ഇക്വേഷൻ ക്ലിയർ? അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ഞാൻ ഒറ്റ പ്രാവശ്യം കൂടെ പറയാം. നമ്മൾ മൊമെന്റം കൺസർവേഷൻ അവിടെ ഉപയോഗിച്ചു. ന്യൂട്ടൺസ് ലോസ് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചില്ല. എന്തുപയോഗിച്ചു? മൊമെന്റം കൺസർവേഷൻ ഉപയോഗിച്ചു. ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ആണ്, യു വിൽ ഫീൽ ഡിഫിക്കൽട്ട് ടു സോൾവ്. പക്ഷേ പകരം ന്യൂട്ടൺസ് ലോസ് ഉപയോഗിക്കുന്നതിന് പകരം ഏത്? കൺസർവേഷൻ ഓഫ് മൊമെന്റ് ഉപയോഗിച്ചു. എങ്ങനെയാണ് മനസ്സിലായത്? ഈ ഒരു സിസ്റ്റം പരിഗണിച്ചപ്പോൾ ഇവിടെ ആകെ ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് കണ്ടത് ഗ്രാവിറ്റിയും നോർമൽ ഫോഴ്സും ആണ്. അതും വേർട്ടിക്കൽ ഡയറക്ഷനിലാണ്. അത് അവിടെ മാറ്റി നിർത്തി അന്നേരം. എക്സ് ഡയറക്ഷൻ എടുത്ത് നോക്കി, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, നോ ഫോഴ്സ് അറ്റ് ഓൾ അല്ലെ. എക്സ്റ്റേണലി നോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കണം. ആ എക്സ് ഡയറക്ഷനിലെ മൊമെന്റത്തെയാണ് നമ്മൾ PX എന്ന് വിളിച്ചത്. അത് കൺസേർവ്ഡ് ആണ്. ദാറ്റ് മീൻസ് അത് കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ. എന്ന് പറഞ്ഞാൽ ഫയർ നടത്തിയതിന് ശേഷവും ഫയറിങ്ങിന് മുന്നേ എന്തായിരിക്കണം? ഫയറിങ്ങിന് ശേഷവും ബിഫോർ ആഫ്റ്റർ എന്തായിരിക്കണം? കൺസേർവ്ഡ് ആയിരിക്കണം അല്ലേ. സോ എക്സ് ഡയറക്ഷനിലെ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫയറിംഗ് ദി ബോൾ. ശരിയല്ലേ? ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തു. ബിഫോർ ഫയറിംഗ് മൊത്തം ഈ സിസ്റ്റം റെസ്റ്റിലായതുകൊണ്ട് മൊമെന്റം 0 ആണ് അല്ലേ. അപ്പം നമ്മൾ ബിഫോർ ഫയറിംഗ് മൊമെന്റം LH 0 ആണ് അല്ലേ. ഇനി മൊമെന്റം കൺസേർവ്ഡ് ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഫയറിംഗും മൊമെന്റം എന്തായിരിക്കണം? ബിഫോർ ഫയറിംഗിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം എത്രയാണ്? നമ്മുടെ ബോളിന്റെ മൊമെന്റം MVB cos θ മൈനസ് മൊത്തം ആ സിസ്റ്റത്തിന്റെ മൊമെന്റം അല്ലെ, ഗണ്ണിന്റെ മൊമെന്റം. അതെടുക്കുമ്പോൾ ബോളും കൂടെ അതിൽ മാസ് ഉൾപ്പെടും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ. സോ MVB cos θ മൈനസ് M plus M VG. അപ്പൊ ബിഫോർ ഫയറിംഗ് മൊമെന്റം ഈക്വൽ ടു ആഫ്റ്റർ ഫയറിംഗ് മൊമെന്റം. ഈക്വേറ്റ് ചെയ്തു.
വി ജി കണ്ടുപിടിച്ചു. ശരിയല്ലേ? സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ് ആൻഡ് ദിസ് ഈസ് അബൌട്ട് യുവർ ഫസ്റ്റ് ചാപ്റ്റർ. So I hope you understand today's class. Repeat the video and clear your doubts. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you contact me through WhatsApp. Okay. So thank you again. Thank you.